നമസ്കാരം. എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ നീതു മത്യൂസ്. പുരുഷന്മാർ സ്വന്തം ലിംഗവലിപ്പത്തിൽ ഒരിക്കലും സംതൃപ്തരല്ല. ആവശ്യത്തിന് വലിപ്പമുണ്ടെങ്കിൽ പോലും സംതൃപ്തരല്ലാത്ത പുരുഷന്മാരാണ് ഏറെയും. എന്നാൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ലിംഗവലിപ്പത്തെക്കുറിച്ചുള്ള ആശങ്ക വളരെയധികം കുറവാണ്. പഠനങ്ങൾ പറയുന്നത് സ്വന്തം ലിംഗവലിപ്പത്തെക്കുറിച്ച് ആശങ്കയുള്ള പുരുഷന്റെ പങ്കാളി പോലും ആ ലിംഗവലിപ്പത്തിൽ പോലും സംതൃപ്തിയാണെന്നുള്ളതാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ലിംഗവലിപ്പം എന്നത് ലൈംഗികതയുടെ ഗ്രാഫിൽ വളരെയധികം പിന്നിലാണ്. ലൈംഗികതയുടെ കാര്യത്തിൽ സ്ത്രീ പ്രാധാന്യം നൽകുന്നത് അല്ലെങ്കിൽ മുൻഗണന നൽകുന്നത് മറ്റു ചില കാര്യങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ലിംഗവലിപ്പത്തെക്കുറിച്ച് പുരുഷന്മാർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ സ്ത്രീ മുൻഗണന നൽകിയിട്ടുള്ള അല്ലെങ്കിൽ പരിഗണിക്കുന്ന ഈ കാര്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ സ്ത്രീ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ലൈംഗികതയിൽ മുൻഗണന നൽകിയിട്ടുള്ളത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈംഗികതയെക്കുറിച്ചുള്ള പഠന ഫലങ്ങളെല്ലാം തന്നെ പറയുന്നത് സ്ത്രീകളുടെ ആകർഷണം എന്നത് വളരെയധികം സങ്കീർണത നിറഞ്ഞതാണ്. ലൈംഗികതയുടെ കാര്യത്തിൽ സ്ത്രീ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അല്ലെങ്കിൽ താല്പര്യം കാണിക്കുന്നത്, പുരുഷൻ കൂടുതൽ റൊമാൻറ്റിക് ആവുന്നത്, വാത്സല്യം നൽകുന്നത്, സ്ത്രീകളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കി അതിനോട് പെരുമാറുകയും ചെയ്യുമ്പോഴാണ്. ഇത്തരം പുരുഷ സ്വഭാവങ്ങൾക്കിടയിൽ സ്ത്രീ ലിംഗവലിപ്പത്തിന് യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല. അതോടൊപ്പം തന്നെ പഠനഫലങ്ങൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ചിലപ്പോഴൊക്കെ സ്ത്രീ ലിംഗവലിപ്പത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട് എന്നതാണ്. അത് ഏതൊക്കെ അവസരത്തിലാണെന്ന് നമുക്ക് നോക്കാം. ചില സ്ത്രീകൾ ചിലപ്പോഴൊക്കെ താൽക്കാലികമായി അല്ലെങ്കിൽ ഇടയ്ക്ക് വിനോദത്തിനായിട്ട് ലൈംഗിക പങ്കാളികളെ തിരഞ്ഞെടുക്കാറുണ്ട്. അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഇവിടെ പുരുഷ സ്വഭാവത്തിനല്ല പ്രാധാന്യം നൽകുന്നത്, ലിംഗവലിപ്പത്തിനായിരിക്കും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു ലൈംഗിക പങ്കാളി അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുമ്പോൾ അവിടെ ലിംഗവലിപ്പത്തിന് പ്രാധാന്യം നൽകത്തില്ല. കൂടുതലായിട്ടും പുരുഷ സ്വഭാവത്തിന്, അതായത് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന പുരുഷ സ്വഭാവത്തിനായിരിക്കും പ്രാധാന്യം നൽകുന്നത്. നിങ്ങൾ നല്ല ദമ്പതികളാണെങ്കിൽ നിങ്ങളുടെ ലൈംഗികതയിലും ജീവിതത്തിലും പരസ്പരം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ കുറച്ചധികം റൊമാൻസ് നിങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കുക. നിങ്ങൾക്ക് ലൈംഗികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് പുരുഷന്മാരെ സംബന്ധിച്ച് ഉദ്ധാരണ പ്രശ്നം എന്ന് പറയുമ്പോൾ ബലക്കുറവുണ്ടാകാം, അതല്ലെങ്കിൽ തീരെ ഉദ്ധാരണം കിട്ടാത്ത അവസ്ഥ വരാം, അതല്ലെങ്കിൽ ശീഘ്രസ്ഖലനം, ഇനി വൈകി വരുന്ന സ്ഖലനം, ലിംഗം ചുരുങ്ങി പോകുന്ന അവസ്ഥ എന്നീ അവസ്ഥകൾ വരുമ്പോൾ മറ്റേതെങ്കിലും രോഗാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുകയും അത് നിങ്ങളുടെ ലൈംഗിക ജീവിതത്തെ ബാധിക്കുകയും ചെയ്യുമ്പോൾ കൃത്യമായിട്ടും അതിനെയെല്ലാം പരിഹരിക്കുക. എങ്കിൽ മാത്രമാണ് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇനി നിങ്ങളുടെ സ്ത്രീ പങ്കാളി അല്ലെങ്കിൽ ഭാര്യ നിങ്ങളുടെ ലിംഗവലിപ്പത്തിൽ പൂർണ്ണമായിട്ടും സംതൃപ്തിയാണ്, എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലിംഗവലിപ്പത്തിൽ ആത്മവിശ്വാസക്കുറവുണ്ട്, അത് നിങ്ങളുടെ ലൈംഗിക ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ലിംഗവലിപ്പം വർദ്ധിപ്പിച്ച് ആത്മവിശ്വാസം കൂടുതൽ നേടിയെടുക്കുന്നതിനായിട്ട് വാജി ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.